നമ്മോടൊപ്പമായിരിക്കുന്ന ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. ഒരിക്കൽ കൂടി ഈ രാത്രിയുടെ യാമങ്ങളിൽ നമ്മളെ ഇവിടെ വിളിച്ചുകൊണ്ടുവന്ന് നമ്മോടൊപ്പം ഇവിടെയുള്ള ഈശോയ്ക്ക് നന്ദി പറയാം. ഈശോയുടെ സ്നേഹവും സന്തോഷവും ഒക്കെ നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഒഴുകിയിറങ്ങുവാനായിട്ട് നമ്മൾ തിരിച്ച് നമ്മുടെ ഭവനങ്ങളിലേക്ക് പോകുമ്പോൾ എനിക്കെൻ്റെ ഈശോയെ തുതിച്ചാരാധിച്ചുകൊണ്ട് ഈ ജീവിതം മുഴുവൻ അവിടത്തോടു കൂടിയായിരിക്കാനുള്ള വലിയ കൃപ, അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ നിറയപ്പെടുവാനായിട്ട് ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഒന്ന് കൊറിന്തോസ് 16-ാം അധ്യായം 19-20 തിരുവചനങ്ങൾ പ്രകാരം പറയുന്നു: നിങ്ങളുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നില്ലേ? നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല, വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. അതിനാൽ നിങ്ങളുടെ ശരീരത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ അവിടുത്തെ മഹത്വപ്പെടുത്തണം. ഈ നിമിഷം നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ വലിയ നിറവിനായിട്ട് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ഉള്ളിൽ ഈശോയെ, എൻ്റെ ഉള്ളിലുള്ള ആത്മാവിനെ, സ്നേഹത്തിൻ്റെ ആത്മാവിനെ നീ കത്തിജ്വലിപ്പിക്കണമേ. വിശുദ്ധിയുടെ ആത്മാവിനെ നീ കത്തിജ്വലിപ്പിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, സ്വർഗത്തിൻ്റെ അഗ്നിയായി, ശക്തിയായി ഞങ്ങളിൽ ഓരോരുത്തരിലേക്ക് നീ നിറയണമേ, നിറഞ്ഞു കവിയണമേ. ഈ നിമിഷങ്ങളിൽ വചനത്തിൽ നമ്മൾ കാണുന്നു, പത്രോസ് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ അത് കേട്ട നിമിഷങ്ങളിൽ തന്നെ അവിടെ ഉണ്ടായിരുന്നവരെല്ലാം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് അവിടെ നിറഞ്ഞ അതേ പരിശുദ്ധാത്മാവ് നമ്മിൽ ഓരോരുത്തരിലേക്ക് നിറയപ്പെടട്ടെ. നമുക്ക് മനസ്സിൽ സ്തുതിച്ചുകൊണ്ടിരിക്കാം. പരിശുദ്ധാത്മാവിനെ ഈ നിമിഷം നമുക്ക് സ്തുതിച്ചുകൊണ്ടിരിക്കാം. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ഈ ദേവാലയത്തിൽ മുഴുവൻ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി കത്തിപ്പടരട്ടെ. ഈ നിമിഷങ്ങളിൽ ഈശോയെ വചനം ശ്രവിക്കുവാനായിട്ട് ഞങ്ങൾ ഒരുങ്ങുമ്പോൾ പരിശുദ്ധ കുർബാനയിൽ, ആരാധനയിലൊക്കെ നിന്റെ അനുഗ്രഹത്തിൻ്റെ പിമാരി ഞങ്ങളിലേക്ക് ചൊരിയപ്പെടുന്ന നിമിഷങ്ങളിൽ ആത്മാവിൻ്റെ ശക്തി ഞങ്ങളിലേക്ക് ഒഴുകിയിറങ്ങട്ടെ. ഞങ്ങളിലുള്ള ആത്മാവിനെ കത്തിജ്വലിപ്പിക്കണമേ. ഉന്നതത്തിൽ നിന്ന് അവിടുത്തെ ജ്ഞാനത്തെയും അവിടുത്തെ പരിശുദ്ധാത്മാവിനെയും നൽകിയില്ലായിരുന്നുവെങ്കിൽ അങ്ങയുടെ ഹിതം ആരറിയുമായിരുന്നു? ഈശോയെ നന്ദി പറയുന്നു. നിന്റെ ഹിതമനുസരിച്ച് ജീവിക്കുവാൻ ഇന്ന് ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ തിരിച്ചറിയുന്നു ഈശോയെ, നിന്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, നീ ഞങ്ങൾക്കായി വാഗ്ദാനം ചെയ്ത നിന്റെ സഹായകന്റെ ശക്തി ഞങ്ങൾ തിരിച്ചറിയുന്നു. ഈശോയെ, ഞങ്ങളിലേക്ക് നിറയപ്പെടട്ടെ. നമുക്ക് അവിടുത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഹല്ലേലൂയ, ഞങ്ങളിൽ നിറയണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്നേഹത്തിൻ്റെ ആത്മാവേ, ഞങ്ങളിൽ കത്തിപ്പടരണമേ. സ്നേഹാഗ്നി ജ്വാലയായി ഞങ്ങളിൽ കത്തിപ്പടരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, നിന്നെ അനേകർക്ക് പകർന്നു കൊടുക്കുന്ന നിന്റെ ഉപകരണങ്ങളാക്കി മാറ്റത്തക്ക വിധം ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്നെ അറിയാത്ത ഈ രാജ്യത്തെ മക്കളിലേക്ക് നിന്നെ പകർന്നു കൊടുക്കുന്ന വിധം ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, ഞങ്ങളെ ഉപയോഗിക്കണമേ. ഹല്ലേലൂയ ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Oh,
അല്ലെങ്കിൽ ഞാൻ ടേക്ക് ഓവർ ചെയ്യണോ? ചേർന്ന് പാടാം. ദൈവം നമ്മോട് കൂടെ, പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്നു എന്ന ബോധ്യത്തിൽ തുടർന്ന് നമുക്ക് ഈ ഗാനം ആലപിക്കാം. നമുക്കൊന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഒന്ന് കൈയടിച്ച് പാടാം. ഈ പാട്ട് പാടുമ്പോൾ ദൈവാത്മാവ് നമ്മുടെ ആത്മാവിൽ നിറഞ്ഞു നിൽക്കുന്നു. മാമോദീസായിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയും വിശുദ്ധ കുർബാനയിലൂടെയും ഇത് സംഭവിച്ച് കഴിഞ്ഞിരിക്കുന്നു. നമ്മോട് കൂടെ ഉണ്ട്. നമ്മൾ പാടി, എന്നാൽ അത് പാട്ടല്ല, യാഥാർത്ഥ്യമാണ്, സത്യമാണ്. മനുഷ്യനും ഒന്നായ നിമിഷം പാപിയാം ഞാൻ ദൈവ സുതനായി മാറി. എല്ലാവരും ചേർത്ത് പാടാം. പ്രഭു മനുഷ്യനും ഒന്നായ, ദൈവവും മനുഷ്യനും ഒന്നായി ഞാൻ ദൈവ സുതനായി മാറി. പിതാവെന്നോട് കൂടെ, പുത്രനെന്നോട് കൂടെ, സ്വർഗരാജ്യം എന്നിൽ തന്നെ. പിതാവെന്നോട് കൂടെ, പുത്രനെന്നോട് കൂടെ, സ്വർഗരാജ്യം എന്നിൽ തന്നെ. കൈയടിച്ച് ഹൃദയത്തിൽ വാഴും ആത്മാവേ, നിറയണമേ ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തി പകരണമേ. നിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. സ്നേഹാഗ്നിജ്വാലയായി എന്നാത്മാവിൽ അടുത്ത സ്റ്റാൻസയിൽ ദൈവം ആത്മാവ് നമ്മുടെ ആത്മാവിൽ നിറഞ്ഞപ്പോൾ, ദൈവസ്നേഹം നമ്മളിൽ ഒരു കുത്തൊഴുക്ക് പോലെ ഇങ്ങനെ നിറഞ്ഞപ്പോൾ, ദൈവാത്മാവ് നമ്മുടെ ആത്മാവുമായിട്ട് ലയിച്ചു. നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കാൻ ആരംഭിച്ചു. അതാണ് നമ്മുടെ വലിയ ദൈവം നമുക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനം. ആ ബോധ്യത്തോടെ ദൈവസ്നേഹം എന്നിൽ ചൊരിഞ്ഞപ്പോൾ
എല്ലാവരും ദൈവാത്മാവെന്നിൽ നിറഞ്ഞപ്പോ ദൈവസ്നേഹം എന്നിൽ ചൊരിഞ്ഞപ്പോ ദൈവാത്മാവെന്റെ ആത്മാവിൽ ലയിച്ചു ആപിതാവെന്ന് ഞാൻ ഗ്രഹിച്ചു. ഒരിക്കൽ കൂടി ആത്മാവെന്റെ ആത്മാവിൽ ലയിച്ചു ആപിതാവെന്ന് ഞാൻ വിളിച്ചു. എല്ലാവരും ആത്മാവേ കൈയടിച്ച് ആത്മാവേ പരിശുദ്ധാത്മാവേ ഹൃദയത്തിൽ വാഴും നിറയണമേ, ദാഹത്തോടെ നിറയണമേ, ജീവജലത്തിൻ അരുവിയായി നിറയട്ടെ. ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങളെല്ലാവരിലും നിറയണമേ. പരിശുദ്ധാത്മാവേ, ജലത്തിൻ അരുവിയായി നിറഞ്ഞ് കവിഞ്ഞൊഴുകണമേ. ജ്വാലയായി കത്തി പടരണമേ. വാഴും ആത്മാവേ എന്നിൽ കത്തി പടരണമേ. എന്നിൽ വാഴും ആത്മാവേ എന്നിൽ കത്തി പടരണമേ. എന്നിൽ വാഴും ആത്മാവേ പടരണമേ. Holy Spirit, oh Holy Spirit, come, take control. ജ്വാലയായി എന്നിൽ കത്തി പടരണമേ. ജ്വാലയായി എന്നിൽ കത്തി പടരണമേ. വാഴും ആത്മാവേ എന്നാൽ പടരണമേ. എന്നിൽ വാഴും ആത്മാവേ എന്നിൽ കത്തി വാഴും പടരണമേ. എന്നിൽ കത്തി പടരണമേ. എന്നിൽ കത്തി പടരണമേ. എല്ലാവരും ശബ്ദം ഉയരട്ടെ, അധരം തുറക്കട്ടെ. ജ്വാലയായി പരിശുദ്ധാത്മാവ് നിറയട്ടെ. ജ്ഞാനം നൽകണമേ, പടരണമേ. പടരണമേ, പടരണമേ. പടരണമേ. ഭാഷാവരത്തിൽ സ്തുതിച്ചുകൊണ്ട്, ഭാഷാവരത്തിൽ സ്തുതിച്ചുകൊണ്ട്
Shandala halava, Shiala hala hala hala, Shala hala hala balaulaya, Shala hala balaulaya, പരിശുദ്ധാത്മാവാം ദൈവമേ അങ്ങേക്കാരാധന. ആരാധിക്കാം നമുക്ക്. പിതാവിനും പുത്രനും സമനായ ദൈവം, പിതാവിനോടും പുത്രനോടും ദൈവമേ അങ്ങേക്കാരാധന. രണ്ട് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്ന ത്രിത്വനും പുത്രനും സമനായ ദൈവമേ അങ്ങേക്കാരാധന. പരിശുദ്ധാത്മാവാം ദൈവമേ അങ്ങേക്കാരാധന. എല്ലാവരും ഹൃദയം തുറന്ന് ആരാധിക്കുക. പുത്രനും സമനായ ദൈവമേ പുത്രന്റെയും സ്നേഹമേ അങ്ങേക്കാരാധന. സ്നേഹം സ്നേഹം സ്നേഹമാതാവേ ജീവൻ ജീവൻ ജീവദാതാവേ അങ്ങേക്കാരാധന. ജീവനെ ജീവൻ 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 ന്യൂ ലൈഫ്, പുതുജീവൻ ഞങ്ങൾക്ക് നൽകുന്നത് ഉണ്ടാവേ. പുതുജീവൻ നൽകുന്ന പരിശുദ്ധാത്മാവാം ദൈവമേ പുത്രനും സമനായ ദൈവമേ അങ്ങേക്കാരാധന. പരിശുദ്ധാത്മാവേ നന്ദി. അബ്ബാ അബ്ബാ പിതാവേ, യേശുവേ ത്രിത്വൈക ദൈവമേ, യഥാർത്ഥ ആരാധകർ ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുന്നു. ആമേൻ. Please be seated. Thank you very much. ബിനുവിനും ഗായക സംഘത്തിനെല്ലാം പ്രത്യേകം ഒരു കൈയടി കൊടുത്ത് പ്രൈസ് ആൻഡ് വർക്ക്ഷിപ്പ് ലീഡ് ചെയ്ത സഹോദരിക്കും ഇൻട്രൊഡ്യൂസ് ചെയ്തവർക്കും എല്ലാം ഒരു കൈയടി കൊടുക്കാം.
സംതിങ്. നമുക്കറിയാം, ഇന്ന് നമ്മളുമായി വചനം പങ്കുവയ്ക്കുന്നത് തോമസ് പോളാണ്. ബിഷപ്പുമാർ അടക്കമുള്ള ഗ്രൂപ്പുകൾക്ക് ഇന്ത്യയിലുടനീളം നേതൃത്വം നൽകിയിട്ടുള്ള തോമസ് പോൾ ഇപ്പോൾ ഓസ്ട്രിയ ആസ്ഥാനമായിട്ടാണ് തോമസ് പോൾ മിനിസ്ട്രി പ്രവർത്തിക്കുന്നത്. ദിവികാന പദ്ധതിയിലൂടെയും രോഗശാന്തി ശുശ്രൂഷകളുടെയും ഒക്കെ വളരെ പ്രസിദ്ധനായ തോമസ് പോള് അയർലൻഡിലെ ഈ നൈറ്റിഞ്ചലിലെ വചനം പങ്കുവയ്ക്കുന്നതിനാണ് നമ്മളോടൊപ്പം ഈ യാത്രയിലായിരിക്കുന്നത്. നമ്മളെല്ലാവരുടെയും ഭാഗ്യമായി നമ്മൾ കരുതുന്നു. ബ്രദറിനെ വളരെ സ്നേഹത്തോടെ ഈ നൈറ്റിഞ്ചലിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. എനിക്കും വളരെ സന്തോഷമുണ്ട് ഈ രാത്രി നിങ്ങളോടൊപ്പം ആയിരിക്കാൻ. നിങ്ങളുടെ സ്നേഹത്തിനും നിങ്ങളുടെ ഇൻവിറ്റേഷൻ ക്ഷണത്തിനുമെല്ലാം പ്രത്യേകം നന്ദി. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ സാധാരണ ഒരു കടലാസോ നോട്ടോ ഒന്നും കൊണ്ടുവന്നിട്ടില്ല എന്ത് പറയണമെന്ന്. ഇപ്പോഴും എനിക്കറിയില്ല എന്ത് പറയണം. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളുടെ ഓരോരുത്തരുടെയും ദാഹമനുസരിച്ചും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആവശ്യമനുസരിച്ചും എന്തോ എല്ലാം ഒരുക്കി വച്ചിട്ടുണ്ട്. അതിങ്ങ് പുറത്തു വരാൻ വേണ്ടി നമുക്കൊരു നിമിഷം കൂടി ഒന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കാം. എല്ലാവരും ഹൃദയത്തിൽ ഒന്നുകൂടി കൈവച്ചുകൊണ്ട്, പരിശുദ്ധാത്മാവേ ഞങ്ങളോട് സംസാരിക്കണമേ. ഇപ്പോൾ ഈ കൂടിയിരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി അങ്ങയുടെ ദൂത്, അങ്ങയുടെ സന്ദേശം ഈ ദാസനിലൂടെ അങ്ങ് അരുളി ചെയ്യണമേ. അത് ഗ്രഹിക്കാനുള്ള, ഉൾക്കൊള്ളാനുള്ള ജ്ഞാനവും ഞങ്ങൾക്ക് നൽകണേ. ഇപ്പം ആദ്യം വരുന്നത് ഈ വാക്കുകളാണ്. സർവജ്ഞനായ ഭരണകർത്താവും അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനീയനായ പരിപാലകനും സകല നന്മകളുടെയും സകല സൗഭാഗ്യങ്ങളുടെയും ഉറവിടവുമായ ദൈവമേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം ഞങ്ങളെ അനുഗ്രഹിക്കണേ. പ്രൈസ് ദി ലോർഡ്. ഇപ്പം ആശയം വന്നിട്ടുണ്ട്. ഇത് നമ്മൾ വളരെയധികം കേട്ട് പരിചയമുള്ള ഒരു പ്രാർത്ഥനയാണ് ഇല്ലേ? നമ്മൾ സീറോ മലബാർ കുർബാനയിൽ ദിവ്യവചന പാരായണത്തിന് മുൻപായിട്ട് നമ്മളെല്ലാം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. ടോമി അവിടെ ഇരിക്കുന്ന ആ ബാഗ് ഒന്നും കൊണ്ടുവരും. ആ ബാഗ്, ചെറിയ ബാഗ്, അത് തന്നെ അത്. ഒന്നെല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കേ ഒന്നുകൂടി. സർവജ്ഞനായ ഭരണകർത്താവും അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവരുടെ, എല്ലാവരും അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനീയനായ പരിപാലകനും സകല നന്മകളുടെയും. കണ്ടോ, എന്താണ് ഒരു കാര്യം? കർത്താവ് ആരാണ്? സർവജ്ഞനായ ഒരു ഭരണകർത്താവാണ്. സർവജ്ഞാനവും കർത്താവിൻ്റെ കയ്യിലുണ്ട്. അത് വേണോ? പിന്നെന്താ, അതല്ലേ കിട്ടേണ്ടതല്ലേ? ഒന്നുകൂടി പറഞ്ഞേ. സർവജ്ഞനായ ഭരണകർത്താവ്, വിസ്മയനീയനായ പരിപാലകൻ. നമ്മൾ ഉദ്ദേശിക്കുന്ന മാതിരിയൊന്നുമല്ല കർത്താവിൻ്റെ പരിപാലനം. എങ്കിൽ പിന്നെ അതിലെന്താ വിസ്മയനീയത ഇല്ലേ? അപ്പോൾ ദൈവത്തിൻ്റെ പരിപാലന എന്നത് ഒരു വിസ്മയനീയമായ കാര്യമാണ്. വിസ്മയനീയമായ കാര്യം.
അതിലേക്ക് പോകണോ അതോ സാധാരണ താഴത്ത് നിന്നാൽ മതിയോ? എന്താ എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഒരുപാട് നാൾ നൈറ്റ് വിജിലൊക്കെ കൂടിയിട്ടുള്ളവരും ധ്യാനങ്ങളൊക്കെ കൂടിയിട്ടുള്ളവരും അല്ലേ? അതുകൊണ്ട് വിസ്മയനീയതയിലേക്ക് പോകാൻ സമയമായിട്ടുണ്ടെന്ന് തോന്നണം, ഇല്ലേ? പൗലോസ്ലീഹ പറഞ്ഞ മാതിരി നിങ്ങൾ ഇനിയും പാല് തന്നെ കുടിച്ച് ജീവിക്കണോ അതോ നല്ല കട്ടിയുള്ള ആഹാരം വേണം? എന്താ വേണ്ടേ? കട്ടിയുള്ളത് വേണമെന്ന് ആഗ്രഹമുള്ളവരൊന്ന് കൈപൊക്കി. ഓക്കെ, വെരി ഗുഡ്. ഭൂരിഭാഗം പേര്. പക്ഷെ അതിൻ്റെ ഇടയിൽ കുറച്ച് പേരെങ്കിലും ഞങ്ങൾക്ക് പാല് മതി എന്നുള്ള ആഗ്രഹമുള്ളവരൊന്ന് കൈപൊക്കിയേ. പാല് മതി ഞങ്ങൾക്ക്, ഈ കട്ടിയുള്ളതൊന്നും ഞങ്ങൾക്ക് ദഹിക്കില്ല. ആരെങ്കിലും ഉണ്ടോന്ന് കൈപൊക്കി? ആരും കൈവെക്കുന്നില്ല. വെരി ഗുഡ്. ഒന്ന് കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അപ്പൊ ഇനി എന്നെ കുറ്റം പറയരുത്. ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ ബ്രദർ ഏതാണ്ടൊക്കെ പറഞ്ഞു, ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല. കുഴപ്പമില്ല, അതാണ് വിസ്മയനീയത എന്ന് പറഞ്ഞത്. അതാണ് വിസ്മയനീയത. പെട്ടെന്ന് മനസ്സിലാവുമെങ്കിൽ അതിനകത്ത് വിസ്മയനീയം വല്ലതും ഉണ്ടോ? അപ്പൊ ശ്രദ്ധിച്ച് കേൾക്കണം. അടുത്തിരിക്കുന്ന ആളെ സഹായിക്കണം. ഉറക്കം വരണ്ടെങ്കിൽ ഒന്ന് മുട്ടി തള്ളിയൊക്കെ. ഞാനിന്ന് എന്തോ വളരെ അപൂർവമായിട്ട് നൈറ്റ് ഷിഫ്റ്റിന് പോണ നേഴ്സിനെ പോലെ മുഴുവൻ സമയവും കിടന്ന് ഉറങ്ങായിരുന്നു. എൻ്റെ ജീവിതത്തിൽ വളരെ അപൂർവമാണ് ഞാനിങ്ങനെ ഉറങ്ങണത്. അപ്പോഴേ ഞാൻ വിചാരിച്ചു, ദൈവമേ ഇന്ന് രാത്രിക്ക് വേണ്ടി എന്നെ ഒരുക്കിയായിരുന്നു. ഞാൻ രാവിലെ കുറേ നേരം പ്രാർത്ഥിച്ചിട്ട് വീണ്ടും കുറേ കിടന്നുറങ്ങി, ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടും കിടന്നുറങ്ങി, ഉച്ചയ്ക്ക് ഊണ് കഴിച്ചിട്ടും കിടന്നുറങ്ങി. അതുകൊണ്ട് ഐ ആം വെരി ഫിറ്റ്. പ്രൈസ് ദ ലോർഡ്. ഉറക്കം വരൂല ഏതായാലും. ഇനി നിങ്ങൾ ഉറങ്ങാണ്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ദൗത്യം. അപ്പോൾ ഒന്ന് സർവജ്ഞനായ കർത്താവ് ആരാണ്? സർവജ്ഞനാണ്. രണ്ടാമത് എന്താണ്? വിസ്മയനീയതയാണ് കർത്താവിൻ്റെ ഒരു പ്രധാന വിഷയം. വിസ്മയനീയമായ രീതിയിൽ നമ്മളെ പരിപാലിക്കും. വിസ്മയനീയത. ഞാനിങ്ങോട്ട് പോരുമ്പോൾ ഓക്കെ, അപ്പോൾ അങ്ങനെ വിസ്മയനീയത, പരിപാലകനും സകല നന്മകളുടെയും സകല സൗഭാഗ്യങ്ങളുടെയും ഉറവിടം. ഈ ഉറവിടം എന്നുള്ള വാക്ക് നമ്മൾ കേട്ട് പരിചയമുള്ളതാണ്. പക്ഷേ അതിനെ ഒന്ന് ആഴമായി ചിന്തിച്ചാൽ ഉറവിടം എന്ന് പറയുന്നത് ഉറവയിൽ നിന്നാണ് വരുന്നത്. ഉറവ. നമ്മൾ പരിശുദ്ധാത്മാവ് ജീവജലത്തിൻ്റെ അരുവിയായിന്ന് നമ്മൾ പാടിയത്. അതങ്ങനെ എഴുതാൻ കാരണം വചനം അങ്ങനെയാണ്, ജീവജലത്തിൻ്റെ അരുവിന്ന. പക്ഷെ അതിനെ വിശദമായിട്ട് നോക്കുമ്പോൾ അരുവി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ അരുവി എന്ന് മനസ്സിലാക്കുന്നത്? നമ്മുടെ വീടിൻ്റെ അടുത്ത അല്ലെങ്കിൽ റോഡിൻ്റെ സൈഡിലൂടെ ഒരു തോട് പോകുന്നതിനേക്കല്ലേ അരുവി എന്ന് പറയണേ. പക്ഷെ അതിൻ്റെ മൂലഗ്രന്ഥത്തിൽ അരുവി എന്നുള്ള വാക്കിനെ സോഴ്സ് എന്നാണ്, ഉറവ എന്നുള്ളതാണ് കുറച്ചും കൂടി നല്ലത്. ഇറ്റ് ഈസ് എ സോഴ്സ്. സോഴ്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഉറവ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നമ്മളൊരു കിണർ കുറേ കുത്തി താഴെ നിന്ന് കഴിഞ്ഞു, ഉറവ കണ്ടോടെ സമാധാനമായി. ഇനി എന്താ? ഇനി ഒരിക്കലും ആ കിണർ വറ്റില്ല. അപ്പോൾ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ഒരിക്കലും വറ്റാത്ത ഒരു ഉറവയാണ്. ഡോമിനും വിവിഫിക്കാൻഡും എന്ന പരിശുദ്ധ പിതാവ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ചാക്രിക ലേഖനം, നിങ്ങളതൊക്കെ ഡൗൺലോഡൊക്കെ ചെയ്യാവുന്നതാണ്. അതൊക്കെ ഒന്ന് വായിച്ചാൽ, ഇത് ഞാൻ 25 വർഷമായിട്ട് പഠിക്കുന്ന ഒരു സബ്ജക്റ്റാണ്. ഞാൻ ഇന്നും ഒരു വിദ്യാർത്ഥിയാണ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുമ്പോൾ. ഐ ആം എ സ്റ്റുഡൻറ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഇന്നും എൻ്റെ ബാഗിലുള്ള ഒരു പുസ്തകം ജോൺ പോൾ രണ്ടാമൻ പരിശുദ്ധാത്മാവിനെ കുറിച്ച് നൽകിയ പ്രബോധനങ്ങൾ മാത്രം അടങ്ങിയ ഒരു പുസ്തകം. ഒരു ബൈബിളിൻ്റെ അത്രയുണ്ട്. ജോൺ പോൾ രണ്ടാമൻ ആണ് ഇന്നുവരെയുള്ള മാർപ്പാപ്പമാരിൽ ഏറ്റവും കൂടുതൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പ്രബോധനങ്ങൾ നൽകിയത്. അതിലേറ്റവും പ്രധാനം ഡോമിനും വിവിഫിക്കാൻഡം എന്ന ഒരു ചാക്രിക ലേഖനവും അതിനെ തുടർന്ന് 80ഓളം തുടർച്ചയായ ആർട്ടിക്കിൾസും പ്രബോധനങ്ങൾ. അതുകൂടാണ്ട് 1998
ജൂബിലി വർഷമായിട്ട്, പരിശുദ്ധാത്മാവിൻ്റെ വർഷമായിട്ട്, ഒരു വർഷം മുഴുവനും പരിശുദ്ധാത്മാവിനെ കുറിച്ച് നൽകിയതും. അപ്പൊ അതിലെല്ലാം പറഞ്ഞിരിക്കുന്നത് Holy Spirit is the inexhaustible source of living water. Inexhaustible. ഈ വാക്ക് ഞാൻ വളരെ നാള് മുമ്പേ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ തുടങ്ങിയിട്ടുള്ളതാണ്. Holy Spirit is an inexhaustible source. അന്നാണ് ഈ ഗാനം എഴുതിയത്. ജീവജലത്തിൻ ഉറവയായി എന്ന് വേണം എഴുതാനിരിക്കുന്നത്. പക്ഷെ അപ്പോൾ വചനം, നമ്മളുടെ വചനം എഴുതിയാലല്ലേ വചനം പഠിക്കാൻ പറ്റുള്ളൂ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞ് 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 കവിഞ്ഞൊഴുകണമേ. ഉണ്ടോ? അത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ആ ഉറവ. ഇറ്റ് ഈസ് നോട്ട് കമ്മിങ് ഫ്രം ഔട്ട്സൈഡ്. ഒരു വിശ്വാസി, whoever believes in me from his heart, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നും ഉറവ വരുന്നു. അത് ഹിന്ദിയിലാണ് ഏറ്റവും മനോഹരം. ജോ മുജ്മേ വിശ്വാസ് കർത്താ ഹേ ഉസ്കാ ഹൃദയ കാ അന്തർ സ്ഥല സേ, ഹൃദയത്തിന്റെ അന്തർ സ്ഥലത്ത് നിന്നും സഞ്ജീവൻ ജൽ കി നദിയാം ബഹ നിക്കലേക്കി. പ്രജ്വലിത് കർ മേരെ ഹൃദയ മേ തേരി प्रेम की अग्नि ज्वाला, ओ आत्मा पावनात्मा अंतर्यामी, पवित्रात्मा जीवन जल का स्रोत मुझ में बहा दो. നമ്മുടെ ഹൃദയത്തിൻ്റെ അന്തർ സ്ഥലത്ത് നിന്നും ഒരിക്കലും വറ്റാത്ത ഒരു ഉറവ ഒഴുകാൻ തുടങ്ങിയിരിക്കുന്നു. അതാണ് പുതിയ നിയമം. ദാറ്റ് ഈസ് ദ ന്യൂ ലോ. അതാണ് പുതിയ നിയമം. അപ്പോൾ പുതിയ നിയമം എന്ന് പറയുമ്പോൾ നമുക്ക് പേടിയാ. പോലീസുകാരനെ ഓർക്കണത്, നിയമം, കോടതി, ഇതെല്ലാം. ഇതൊരു പോലീസുകാരനില്ലാത്ത ഒരു നിയമം. ഇത് കണ്ടോ, ഇവിടെ കരുണയുടെ വർഷം പ്രമാണിച്ച് പോലീസുകാരനാണോ ആ കള്ളനെ തോളിൽ കൊണ്ടുവരണത്? അങ്ങനത്തെ ഒരു പുതിയ പോലീസുകാരൻ. കള്ളനെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നീ പേടിക്കണ്ട, നീ കട്ടെടുത്തല്ലേ 10,000 പൗണ്ട്, യൂറോ, ഇപ്പോൾ യൂറോ അല്ലേ, അവിടെ ഇന്നലെ വരെ പൗണ്ടിലായിരുന്നു. വിഷമിക്കണ്ട, അത് ഞാൻ വീട്ടിക്കോളാം. എടാ, ഇതേത് പോലീസാ? ഞാൻ വീട്ടിക്കോളാം. അങ്ങ് വീട്ടോ? അതൊക്കെ ഞാൻ വീട്ടിൽ കഴിഞ്ഞിരിക്കണം. നീ വാ, എനിക്കറിയാം നിന്നെ സൃഷ്ടിച്ചപ്പോഴേ തന്നെ നീ ഇതൊക്കെ ചെയ്യും എന്നെനിക്ക് അറിയാമായിരുന്നു. ശ്രദ്ധിക്കണേ. ഇപ്പം ചിലർക്ക് തോന്നും, എൻ്റെ ബ്രദറെ ഇങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ ഇവിടെ കുറച്ച് പിള്ളേരൊക്കെ ഉണ്ട്, ഇവരൊക്കെ കേട്ടാൽ പിന്നെ നമ്മളനുസരിക്കൊന്നുമില്ല. ഇതാ നമ്മുടെ പേടി. അതുകൊണ്ട് നമ്മൾ ചെറിയ കുറച്ച് നുണയൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചേക്കാണ്. എന്താ, കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ഇപ്പം ഞാനിത് ഓരോരുത്തരുടെ ഫീഡ്ബാക്കാണ് കേട്ടോ. ഒരു സഹോദരി എന്നെ വിളിച്ചു പറഞ്ഞു, എൻ്റെ ബ്രദർ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഞാനിപ്പോഴും പിള്ളേർക്ക് ഭക്ഷണം കഴിക്കാണ്ടാകും അവരോട് പറഞ്ഞേ തമ്പായി വരണ്ട കേട്ടോ, തമ്പായി നല്ല അടി അടിക്കും, തമ്പായി അടിക്കും, അതുകൊണ്ട് വേഗം കഴിക്കുന്നേ. കൊച്ചു വേഗം കഴിക്കാൻ തുടങ്ങും. ഇപ്പം എന്താ, കൊച്ചിന് നല്ല ഭക്ഷണം കഴിക്കണോടൊപ്പം വേറെ എന്തുകൂടി കൊടുത്തു? ഒരടിക്കുന്ന തമ്പായി, ഒരു ശിക്ഷിക്കുന്ന ദൈവത്തെക്കുറിച്ചുള്ള ഒരു പ്രഥമ പാഠം ഈ കുഞ്ഞിനെ നമ്മൾ വിളമ്പിക്കഴിഞ്ഞു. നമ്മൾ അറിയാതെ തന്നെ ഇത് പറഞ്ഞു പോവുകയാണ്. എന്തുകൊണ്ടാണ്? നമ്മളുടെ അകത്ത് അങ്ങനെയാണ് നമ്മളെ പണ്ടേ മുതൽ പഠിപ്പിച്ചിരിക്കുന്നത്. ഇപ്പൊ പോപ്പ് വന്ന് കരുണ എന്ന് പറഞ്ഞിട്ട് ഓരോടത്തും ഏക്കണില്ല. എന്തുകൊണ്ടാ? നമ്മളുടെ അകത്ത് വേറൊരു സംഭവം കിടക്കുകയാണ്.
ഈ പടമൊക്കെ ഇവിടെ വെച്ചിട്ട് വല്ല ഫീലിംഗ് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? നമ്മുടെ വീട്ടിൽ വല്ല മാറ്റമുണ്ടോ? നമ്മൾ ദേഷ്യപ്പെടുന്നതിനോ വഴക്ക് പറയുന്നതിനോ വല്ല മാറ്റവും ഈ കരുണയുടെ വർഷത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഭർത്താവ് ഭാര്യയോടും ഭാര്യ ഭർത്താവിനോടും മാതാപിതാക്കൾ മക്കളോടും ഉള്ള നമ്മുടെ പ്രതികരണത്തിൽ കരുണയുടെ എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടാകാൻ ആരംഭിച്ചിട്ടുണ്ടോ? ക്ഷമിക്കണേട്ടോ, ഞാനൊരു കയ്യടി കിട്ടാൻ വേണ്ടി അല്ല വന്നേക്കണത്. ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്, പൗലോസ്ലീഹയ്ക്ക് കയ്യടി കിട്ടിയിട്ടില്ല, കല്ലേറേ കിട്ടിയിട്ടുള്ളൂ. ഏതായാലും കല്ലേറ് കൊള്ളില്ല.